കാണുന്നില്ലേ പരിസരബോധമില്ലാത്ത വർഗം. പോയത് ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ലളിതമായി പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫണ്ട് വാങ്ങിയെടുക്കും, പക്ഷേ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒന്നും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല. അതായത് ഫണ്ട് വാങ്ങിയിട്ട് അയ്യെ പറ്റിച്ച് ഞങ്ങൾ NEP നടപ്പാക്കില്ല എന്ന് പറയുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു, ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, അത് എത്ര കണ്ട് പ്രായോഗികമാണ്? അത് പ്രായോഗികമാണോ നിഷ? അങ്ങനെ ഈ രാജ്യത്ത് നടക്കുമോ? നോക്കൂ, ഓർമ്മയുണ്ടല്ലോ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന വിഷയത്തിലുണ്ടായ ഒരു തർക്കം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല എന്ന് അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആയുർവേദ ആശുപത്രിയുടെ ഇപ്പോഴത്തെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. അപ്പോൾ ഇത് നടക്കില്ല. കാരണം പൈസ വാങ്ങി ചെയ്യാതിരിക്കുന്നത് നമ്മളുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് സാധ്യമല്ല. പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. മാത്രവുമല്ല, ഈ പൈസ ഞാൻ മനസ്സിലാക്കുന്നത് 1476 കോടി എന്നാണ് ചില മാധ്യമങ്ങളിൽ കണ്ടത്. ചില മാധ്യമങ്ങൾ 1528 കോടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ ഒരു തോതുണ്ട്, 60-40 എന്നൊരു തോതുണ്ട്. 60-40 ആ 60% കേന്ദ്രം കൊടുക്കേണ്ടതായ 60% കേന്ദ്രം ഒറ്റയടിക്ക് കൊടുക്കുമോ? അതിന് സാധ്യതയില്ല. അങ്ങനെയല്ല ഇത് കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഓരോ ഹെഡിലും ആണ് പൈസ. 33 ഹെഡാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വായിക്കുന്നില്ല, സമയം കളയുന്നില്ല. 33 ഹെഡാണ്. അതിലേറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്, അതായത് ഒരു സ്കൂളിന് കൊടുക്കുന്ന ഹെഡ് 5 ലക്ഷം രൂപ ആ സ്കൂളിൻ്റെ പരിസരവും ചുറ്റുമതിലും മറ്റു കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ അത് ഒന്ന് സൗന്ദര്യവൽക്കരിക്കാനാണ്. പിന്നെ അവിടുത്തെ സുരക്ഷയ്ക്ക് പൈസയുണ്ട്, അവിടുത്തെ ലാബ് സംവിധാനത്തിന് പൈസയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഹെഡിൽ കൊടുക്കുന്ന പൈസയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോ പൈസയും വരിക. അഡ്മിഷൻ സമയത്ത് ഒരു പൈസയുണ്ട്, ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ച്. അതിനിപ്പോൾ ഈ വർഷം കൊടുക്കാൻ പറ്റില്ലല്ലോ, 2026 ജൂണിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. യൂണിഫോമിൻ്റെ പൈസ ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റുമോ? 2026 ജൂണിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പൈസ കൊടുക്കുക. അപ്പോൾ കുറച്ച് പൈസ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പൈസ കൊടുക്കും. മാത്രവുമല്ല, അടുത്ത സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വേറെ ചില പൈസ കൊടുക്കും. ഇപ്പം ലൈബ്രറിക്ക് ഒരു പൈസയുണ്ട്. ആ ലൈബ്രറി സംവിധാനം നിർമ്മിച്ചിട്ട് കഴിഞ്ഞാലല്ലേ ആ പൈസ കൊടുക്കുക, മുൻകൂട്ടി കൊടുക്കില്ലല്ലോ. അപ്പം അത് നിർമ്മിച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കുന്നത്. അപ്പോൾ പൈസ വാങ്ങിയിട്ട് ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് അത് നടക്കാത്ത കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതൊന്നും ഈ നമ്മുടെ ഒരു മാത്രവുമല്ല, ഇത് ഇപ്പോൾ ഈ സർക്കാർ എവിടെയാണ് നിൽക്കുന്നത്? സർക്കാരിന് ഇനി ഇത് ഒക്ടോബർ മാസം 27 ഇന്ന്, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം 15-ാം തീയതി ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. കാരണം കഴിഞ്ഞ വർഷം, അതായത് 2021 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് 14-നോ 15-നോ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4.5 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 4.5 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അടുത്ത സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും? അവർ ഈ ഫണ്ട് വാങ്ങി മുന്നോട്ട് പോകാനല്ലേ ആര് തന്നെ വന്നാലും സാധിക്കുള്ളൂ. കാരണം ഒപ്പിട്ടു പോയല്ലോ. ഇവിടുത്തെ വിഷയം അതാണ്. ഒപ്പിട്ടു, അവിടെയാണ് ഈ പ്രശ്നം. ഒപ്പിട്ടതിന് ശേഷമാണ് ചർച്ച നടക്കുന്നത്. അതിലെന്താ അർത്ഥമുള്ളത്? ഒപ്പിടണോ വേണ്ടയോ എന്നുള്ള വിഷയം ഒപ്പിട്ടതിന് ശേഷമാണോ ചർച്ച ചെയ്യുക? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ടൈയിങ് ദി ബുള്ളറ്റ്സ് ബിഹൈൻഡ് ദി കാർ. ഈ കാളവണ്ടിക്ക് പിന്നിലാണോ കാളകളെ കെട്ടേണ്ടത്? മുന്നിലല്ലേ. അപ്പോൾ ഇനി എന്ത് ചർച്ച? ഇനി ആ ഒരു തീരുമാനമുണ്ട്. കാരണം 2020 NEP വന്നപ്പോൾ അതിൻ്റെ കരട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ചു കൊടുത്തു. ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് അയച്ചു കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് അയച്ചു കൊടുത്തു. അത് പഠിച്ചിട്ട് ഉചിതമായ നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. അത് പഠിച്ചിട്ട് കേരളത്തിൽ നിന്നും നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. ഇടതുമുന്നണി ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്താം,
ഇത് നടപ്പിലാക്കണ്ട എന്ന നിലപാട് ഇടതു മുന്നണിയിൽ CPIയും മറ്റു പാർട്ടികളൊക്കെ എടുത്തത്രേ. പക്ഷേ അത് ശേഷവും നിർദ്ദേശങ്ങൾ പോയി. നിർദ്ദേശങ്ങൾ എന്തിനാ പോകുന്നത്? ക്രിയാത്മകമായ നടപടി, പ്രതികരണമല്ലേ. ഒരു കരട് തന്നിട്ട് അതിന് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞാൽ ആ നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് ആ കരടിനെ തള്ളിക്കളയുന്ന നിലപാടല്ലല്ലോ. ആ കരടിനോടുള്ള ക്രിയാത്മകമായ പ്രതികരണമല്ലേ. അത് അവിടെ എത്തി. എല്ലാ സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാധാരണ വിദ്യാർത്ഥികൾ വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം 23 നിലവിൽ വന്നു. നിലവിൽ വന്ന അന്ന് മുതൽ പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. കോൺഗ്രസ്സുകാർ നടപ്പിലാക്കി. 2023 ഏപ്രിൽ മാസം 23-ാം തീയതിത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് രാജസ്ഥാൻ ടോപ്സ് ഇൻ എൻറോളിംഗ് സ്കൂൾസ് അണ്ടർ PM ശ്രീ. PM ശ്രീ പദ്ധതിക്ക് കീഴിൽ സ്കൂളുകളെ ചേർത്തുന്നതിൽ രാജസ്ഥാൻ മുന്നിട്ട് നിൽക്കുന്നു. 2023 ഏപ്രിൽ 23-ന്റെ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. എന്ന് വെച്ചാൽ അന്ന് കോൺഗ്രസ് സർക്കാരാണ്, അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രി. നവംബറിലാണ് തെരഞ്ഞെടുപ്പ് നടത്തി BJP സർക്കാർ വരുന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നതും അല്ലാത്തതുമായ സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കി. 3 പേർ മാറി നിന്നു. അതിൽ ഒരാൾ ഇപ്പോൾ ചേർന്നു. ഇനി എന്ത് ചർച്ച? ഇനി ഇതിന്റെ എന്താ പറയാ, ഉള്ളടക്കത്തെ പറ്റി ചർച്ചയുണ്ടോ? പ്രശ്നം. ശ്രീ പത്മനാഭൻ, ഞാൻ തിരിച്ചു വരാം. അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ